ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സ്റ്റേറ്റിൽ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പരിഗണനാ വിഷയമല്ല. എന്തിനാ ഞങ്ങൾ പരിഗണിക്കണം? മറ്റ് സ്റ്റേറ്റിൽ കൂടുതൽ വേണമെങ്കിൽ ആ സ്റ്റേറ്റിലുള്ളവർ, അവിടെ വല്ല തൊഴിലാളി വർഗ്ഗ ബോധം ഉള്ളവരുണ്ടെങ്കിൽ, പണിയെടുക്കുന്നതിനോടൊപ്പം നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരവിടെ സമരം ചെയ്ത് വാങ്ങിക്കും. മറ്റുള്ള സ്റ്റേറ്റിൽ ആളുകൾ സമരം ചെയ്ത് വാങ്ങിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾ സമരം ചെയ്ത് വാങ്ങിക്കേണ്ടെന്ന് പറയുന്നത് എന്ത് ന്യായമാണിത്? ഇവിടെ 114 വർഷത്തിന് മുമ്പേ ഇവിടെ അധസ്ഥിതനും പിന്നോക്കക്കാരനും മറ്റ് സംസ്ഥാനങ്ങളിൽ പാടത്ത് മണ്ണി കിടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പിന്നോക്കക്കാരന് വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞ പെൺപിള്ളാരുടെ കൈയും പിടിച്ചോണ്ട് ഇവിടെ രാജാവ് ഉണ്ടോണ്ടിരുന്ന വയല് അവിടെ തരിച്ചിട്ട ആ സമരം നടത്തിയ ചരിത്രമുള്ള മണ്ണ. ആ മണ്ണിൽ ചവിട്ടിയുന്നോണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഔദാര്യമായിട്ട് തന്നൊന്നുമല്ല. വില്ലുവണ്ടി യാത്ര നടത്തി പോയതേ അതിന്റെ ചരിത്രമൊക്കെ ഉള്ള മണ്ണാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും ഔദാര്യം തന്നതല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടക്കാനുള്ള അവകാശം. അതിനൊക്കെ ഇവിടെ കുറെ നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിന്റെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമുള്ള ചരിത്രത്തിന്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് സൗകര്യമില്ല 232 രൂപയ്ക്ക് പണിയെടുക്കാൻ. എന്ത് പറയും നിങ്ങൾ? ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് ന്യായമായ കൂലി വരണം. ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഇല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പോയി ചോദിച്ചു വാങ്ങിക്കണം. ഈ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ പോയി ചോദിച്ചു വാങ്ങിക്കണം. എന്തിനാണ് പിന്നെ ഹരിയാനയിൽ 26,000 രൂപ ചോദിക്കുന്നത്? ഞാനൊരു പത്രവാർത്ത വായിച്ചേപ്പിക്കാം. അതിന്റെ ഇടയ്ക്ക് കയറി പറയരുതെന്നുള്ള ഒരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് 2014 ഡിസംബർ മാസത്തിൽ 16-ാം തീയതി ദേശാഭിമാനി വന്ന പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചേപ്പിക്കാം. കേരളത്തിൽ പണിയെടുക്കുന്ന ആശമാർക്ക് മാന്യമായ വേതനം നൽകാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും അത് അതാത് മാസം ആശാവർക്കർമാരുടെ കയ്യിലെത്തിക്കും വിധം സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ദേശാഭിമാനിയാണ്. 2014 10,000 രൂപ ചോദിച്ച് ഈ സർക്കാരിന് മുന്നിൽ 10 ദിവസം രാപ്പകൽ സമരം നടത്താമെങ്കിൽ ഇന്ന് 2025 എത്തുമ്പോൾ ഇവിടെ ജീവിത ചെലവുകൾ ഇത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 21,000 രൂപ ചോദിക്കാനുള്ള അവകാശമില്ലേ? എളമരം കരീം സഖാവ് ഈ 2014 ഡിസംബർ 8-ാം തീയതി നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇവിടെ കിടക്കുന്ന സമരം ചെയ്യുന്ന 10 ദിവസമായിട്ട് രാപ്പകൽ സമരം നടത്തുന്ന CITUവിന്റെ നേതൃത്വത്തിൽ അത് പരിഹരിക്കണം. അന്ന് ശിവകുമാർ പറഞ്ഞ മറുപടിയുണ്ട്. ഇതൊക്കെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ CITU സമരം നടത്തുമ്പോഴേ അത് വലിയ സമരമാകത്തുള്ളൂ. വേറെ ആരും സമരം നടത്തിയാൽ സമരമാകത്തില്ല എന്ന് പറയുന്ന രീതി എന്താണ്? ഇതെന്ത് രീതിയാണ്? ആരോടാണ് പറയുന്നത്? കേരളത്തിലിരുന്നാ പറയുന്നത്. നിങ്ങൾ പോയി ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ അല്ല പറയുന്നത്, കേരളത്തിലിരുന്നാണ് പറയുന്നത്. 103 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടി തൊഴിലാളി സംഘടന ഉണ്ടാക്കിയ വാടപ്പുറം ബാവയുടെ നാട്ടിലിരുന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്. ഏതെങ്കിലും സ്റ്റേറ്റ് കുറവുണ്ടെങ്കിൽ അത് ആ സ്റ്റേറ്റിലെ ആളുകൾ ചോദിച്ചു വാങ്ങിക്കണം. പിന്നെ ഇവരങ്ങ് വലിയ 21,000 പേരെ ോണ്ട് നടക്കുന്ന സംഘടനയാണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ലെങ്കിൽ അവിടെ പോയിരുന്ന് സമരം ചെയ്യും. എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾക്ക് ഇപ്പൊ സൗകര്യം ഇവിടെ ഇരുന്ന് സമരം ചെയ്ത് ഇവിടെ ഓണറേറിയം തരേണ്ടെന്ന് സർക്കാർ തരണമെന്ന് ആവശ്യപ്പെടാനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഈ കണക്കിലെ കളി, ഞങ്ങൾക്ക് കണക്കിലെ കളിയൊന്നും കേൾക്കണ്ടെന്നേ. ഇവിടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ ജീവിതം കൂട്ടിമുട്ടുന്നില്ല. 232 രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടിത്തരണം. 2014 ഞങ്ങൾക്ക് സമരത്തിന്റെ മാതൃക കാണിച്ചത് CITU ആണ്. CITU 10 ദിവസം രാപ്പകൽ സമരം നടത്തി. അത് പരിഹരിക്കണമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ദേശാഭിമാനിയിൽ ലേഖനം എഴുതി. ഞങ്ങൾക്ക് കാണിച്ചെന്ന് CITU ആണ്. ഞങ്ങൾ ആ പാത തുടരുകയാണ്. ഇപ്പൊ ഹരിയാനയിൽ സഖാവ് സിന്ധു അടക്കമുള്ള ആളുകൾ 60 ദിവസം രാപ്പകൽ സമരം നടത്തി. എന്തിനു വേണ്ടിയാ? 26,000 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാരോടാണ് ആവശ്യപ്പെട്ടത്? കേന്ദ്ര ഗവൺമെന്റിനോടാണ്. ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്ര ദൂരമുണ്ട്? സഖാവ് സിന്ധു ഈ 21,000 പേര് കേരളത്തിലെ ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലോ. കേന്ദ്ര ഗവൺമെന്റ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താ പോകാതിരുന്നത്? ഇപ്പൊ നമ്മളിവിടെ 21,000 രൂപ ഓണറേറിയം വാങ്ങിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് പോകാൻ പറയുന്നത് ഇത് എന്ത് ന്യായമാണ്? സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ബിന്ദു. KN ഗോപിനാഥ്, നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയിലാണ് ഇന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് വരുന്നത്. ആ സമരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒന്നുകിൽ നിങ്ങൾ 2014 കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. 10,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം, അത് അവരുടെ നേരിട്ട് കൈകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ പിൻവലിക്കണം. അതല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം. വളരെ ക്ലിയർ ആണ് അവരുടെ നിലപാട്. അരുൺകുമാർ, ഇപ്പോഴാണെങ്കിലും അസോസിയേഷൻ ഇവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ അവര് ചെറിയ സംഘടനയാവട്ടെ വലുതാവട്ടെ കൂടുതൽ ആളുകളുടെ പിന്തുണയുള്ളതുകൊണ്ട്
അതിന്റെ സെക്രട്ടറി ബിന്ദുവിന്റെ ശബ്ദം ഇപ്പോൾ ഇത്തിരി കുറെ കനക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ നല്ല പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല കാര്യം, എനിക്ക് സന്തോഷമുണ്ട്. അവർ വരികൾ കഴിയുടെ ഇപ്പൊ പറഞ്ഞല്ലോ, CITU ഒന്നും ചെയ്തിട്ടില്ല, ഇവർക്ക് വേണ്ടി വല്ലതും ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ CITU ചെയ്തിട്ടുള്ളൂ. CITU ആണ് ഞങ്ങളെ ഈ സമരമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, SUCI എന്ന് പറയുന്ന സംഘടനയിലാണോ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള ഓൾ ഇന്ത്യ UTUCയിലാണോ ഈ അസോസിയേഷൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു അഖിലേന്ത്യാ സംഘടനയാണ്. CITUവിനെ പോലെ തന്നെ ഒരു അഖിലേന്ത്യാ സംഘടനയാണ്. ചെറുതാണോ വലുതാണോന്നല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവിടെ പോകാത്തത്? ഇവിടെ മാത്രം ചെയ്യുന്നു എന്ന് അവർ വ്യക്തമായി പറഞ്ഞല്ലോ. അതിനെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞത്. ഈ ആശാ വർക്കർമാരെ അല്ല, പരിമിതമായ പരിമിതമായ സംവിധാനത്തിൽ നിന്ന് ഈ ഗവൺമെന്റ് ആശമാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് അതാണ് കാലങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇത് സഖാവിന് KN ഗോപിനാഥന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഒരു ട്രേഡ് യൂണിയനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്, സ്വതന്ത്ര സംഘടനയാണ്. പക്ഷെ ദേശീയ തലത്തിൽ സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില്ല, അതിൽ നമ്മൾ അഫിലിയേറ്റഡ് ആണ്. നമ്മൾ അതിന്റെ നേതൃത്വത്തിൽ 2-3 വർഷം ഞാൻ നേരിട്ട് പോയി പങ്കെടുത്ത കഴിഞ്ഞ വർഷം പാർലമെന്റ് മാർച്ച് ഉണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിന് മുമ്പായി നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നപ്പോ അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇത് എത്ര ദിവസമായിട്ട് തുടങ്ങിയതാണ്? 23 ദിവസമായില്ലേ ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇതേ ന്യായങ്ങളല്ലേ തുടക്കം മുതൽ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞ് മടുത്തില്ലേ നിങ്ങൾക്ക് തന്നെ? വേറെ പുതിയ എന്തെങ്കിലും ന്യായം പറ. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സംസ്ഥാന സർക്കാർ ഓണറേറിയം 1000-ൽ 7000 ആക്കിയിട്ടുണ്ടെങ്കിൽ 7000-ൽ നിന്ന് 10,000 ആക്കി കൊടുക്കാൻ ഈ സമരം ചെയ്യുന്നവർക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിനോടാണ്. കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഇൻസെന്റീവ് കൂട്ടി കൊടുക്കട്ടെ, പക്ഷേ നിങ്ങൾ കേരളത്തിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പാർലമെന്റിൽ പോയി എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? അങ്ങനെ ഓരോ സംസ്ഥാനത്തും പാർലമെന്റിലും ഒക്കെ സമരം ചെയ്യാൻ അതാത് സംഘടനകൾ തീരുമാനമെടുക്കട്ടെ. ഈ സംഘടനയ്ക്ക് കേരളത്തിൽ ഓണറേറിയം 7000-ൽ നിന്ന് 10,000 കൂട്ടിക്കൊടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കാനുള്ളത്. ആ ഉന്നയിക്കുന്ന ആവശ്യമാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ ഡൽഹിയിൽ പോകാത്തത് എന്ന് ചോദിക്കുന്നത് ശരിയല്ല ഗോപിനാഥ്. അരുൺകുമാർ, ഒരു കേന്ദ്ര സ്കീം ആയതുകൊണ്ട് കേന്ദ്രത്തിൽ കൂടി പറയേണ്ടി വരും. കേന്ദ്രത്തിന്റെയും കൂടി പരിഗണന ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. ചെയ്യാൻ പാടില്ല അല്ല. ഇവിടെ സമരം ഞങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഈ 14-ഒന്നുമല്ല, 2025 ഇവര് സമരം ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് ജനുവരി 20-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായി CITUവിനെ കാണാനില്ല. അല്ല, ഈ സമരത്തിന് ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരത്തിന് ഞങ്ങൾ പിന്തുണയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് CITUവിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടി, ഗവൺമെന്റിന്റെ ചോര കുടിക്കാൻ വേണ്ടിയുള്ളതാണ്. കേരള ഗവൺമെന്റ് ഒരു മിനിറ്റ് 21,000-ലധികം അല്ലെങ്കിൽ 25,000-ലധികം തൊഴിലാളികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെനിക്കറിയാം. ഈ 25,000-ലധികം തൊഴിലാളികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളുടെ വാദമുഖത്തിലേക്ക് എടുത്താൽ പോലും നിങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന ഒരു പ്രവർത്തനത്തിന് അത് X എന്ന സംഘടന, Y എന്ന സംഘടന ആവട്ടെ, അവർ സമരം ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യമല്ലേ മുൻനിർത്തേണ്ടത്? ഞാൻ അത് തന്നെ പറയുന്നത്. ഈ സമരം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് ഇപ്പൊ സമരം നടക്കുന്ന ആശാ വർക്കർമാരെയോ ഇനി ഈ രംഗത്തുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും ഒരുമിച്ച് ഇനിയും രണ്ടാമത് വിളിച്ചാൽ അതിനൊന്നും എതിരല്ല. വിളിച്ച് പ്രശ്നം 7,000 എന്നുള്ളത് ഗവൺമെന്റ് വിചാരിച്ച 10,000 ആണ് സമരം. അത് ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. ഞങ്ങൾ ഏതായാലും ഈ ആശ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 20 വർഷമാവുകയാണ്. ഏപ്രിൽ 14-ന് അവിടെ ഞങ്ങൾ വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ സമരത്തിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു ഓണറിയം കൊടുക്കൂ. അവർ ആ സമരത്തിന് നിങ്ങളുടെ ഒപ്പം വരും. കേന്ദ്രത്തിൽ ഒരുമിച്ച് നിന്ന് ആശാ വർക്കർമാർക്ക് വേണ്ടി പോരാടുന്നതല്ലേ നല്ലത്. എനിക്ക് 1 മിനിറ്റ് ഒരു ദൈർഘ്യമുള്ള ഇടവേള വേണം. ഷോർട്ട് ബ്രേക്ക്.